തൃക്കാക്കരയിൽ ഈ പണം വന്നിട്ടുണ്ട്. തൃക്കാക്കരയിൽ ഈ പണം വന്നത് വി.ഡി. സതീശന്റെ വാഹനത്തിലാണ്. ഞാൻ കൃത്യമായ ആ ധാരണയുടെ അടിസ്ഥാനത്തിലും ഇവിടെ KPCCക്ക് അകത്ത് തന്നെയുള്ള പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ചില നേതാക്കളുടെ കൃത്യമായ വിവരം അവർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കള്ളപ്പണം പിടിക്കാനുള്ളൊരു തയ്യാറെടുപ്പുണ്ടായത്. എന്നാൽ ദൗർഭാഗ്യവശാൽ പോലീസിനകത്ത് ഇപ്പോഴും UDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാനും ചില ആളുകളുണ്ട്. അവരാണ് ഇത് ചോർത്തി കൊടുത്തത്. അതുകൊണ്ടാണ് ആ പണം പിടിക്കാൻ പറ്റാതിരുന്നത്. അത് ഒരു എക്കോസ്പോർട്ട് വണ്ടിയിലാണ് വി.ഡി. സതീശന്റെ വാഹനത്തിൽ പാലക്കാട് എത്തിയ പണം എക്കോസ്പോർട്ട് വണ്ടിയിലേക്ക് മാറ്റുകയും ആ എക്കോസ്പോർട്ട് വണ്ടിയിലാണ് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അത് കൃത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ പണം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയ നാടകങ്ങൾ, ഇപ്പോൾ ഈ പ്രസ് ക്ലബ് എന്ന് പറയുന്നത് ഈ KPM-ന്റെ ഒരു മതിലാണ്. KPM-ന്റെ ഒരു മതിലിന്റെ അപ്പുറത്താണ് ഇത്. ആ പ്രസ് ക്ലബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആദ്യം ഒരു കാറിൽ കയറുന്നത്. അതായത് ഈ ഗേറ്റ് കടന്നാൽ കാണുന്ന സ്ഥലമാണ് പ്രസ് ക്ലബ്ബ്. അതിൽ ഒരു വാഹനത്തിൽ കയറുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കയറുന്നു. അദ്ദേഹം പറഞ്ഞു പ്രസ് ക്ലബിൽ CCTV ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ CCTV ഇല്ല, അദ്ദേഹത്തിനും അറിയാം. അത് കഴിഞ്ഞ് വേറെ വാഹനത്തിൽ കയറുന്നു. പിന്നെ പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് 60,000 കിലോമീറ്റർ എത്തി, പെട്ടെന്ന് സർവീസിന് കൊടുക്കണം. രാത്രി 12 മണിക്ക് ഏത് സർവീസാണ് തുറന്നു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അവിടെ വെച്ച് തന്നെ സർവീസിന് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു. ഈ പറയുന്ന ഫെനി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഉസ്താദിന്റെ അടുത്ത് എത്തിയപ്പോൾ ഫെനിയെ കാണുന്നില്ല. അപ്പൊ ഫെനി എവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത്, ഫെനി എന്തെല്ലാം എടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്, ഇദ്ദേഹം എല്ലാം പറയും. ഞാൻ എല്ലാ കാര്യവും CCTVയുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. എന്തിനാണ് എല്ലാ കാര്യവും CCTVയുടെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ട കാര്യം? അത് പിടിക്കപ്പെടും എന്ന് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ന്യായമാണ്. പക്ഷെ കാറിനകത്ത് CCTV ഇല്ലല്ലോ. കാറിനകത്ത് ഇവർ എന്തെല്ലാമാണ് മാറ്റിയത്, എന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ളത് ആ 2-3 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇത് കള്ളപ്പണം വന്നിട്ടുണ്ടെന്നും പിന്നെ അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നേരെ കോഴിക്കോട്ടേക്ക് പോകുന്നു. അദ്ദേഹം പറയുന്നത് 2 വനിതാ പ്രവർത്തകരെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. 2 വനിതാ പ്രവർത്തകർ ഇവിടെ കിടന്ന് പീഡനം നേരിടുമ്പോൾ ഒരാൾ കോഴിക്കോട്ടേക്ക് ചീരിപ്പായുന്നത് എന്നൊരാളെ ഇവിടെ MLA ആയിട്ട് ആരെങ്കിലും സ്വീകരിക്കുമോ? 2 വനിതാ സഹപ്രവർത്തകർ അവിടെ ക്രൂരമായിട്ട് അപമാനിക്കപ്പെടുമ്പോൾ വണ്ടിയെടുത്ത് പറന്നു പോകുന്ന ഒരാളെയാണോ പാലക്കാട് MLA ആക്കേണ്ടത്? അപ്പൊ ഇങ്ങനെ നിരന്തരം ഇത്തരം കള്ളങ്ങൾ പറയുക, പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് നുണയും പറയുന്ന ഒരു മടിയില്ലാത്ത ആളുകളാണ് ഇവര്. ഇപ്പൊ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു, ഞാൻ ഷാനിബിനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ചിത്രങ്ങളുണ്ട്, പക്ഷെ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആളെ കണ്ടു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി ഞാൻ ചിത്രം കൊടുക്കാനൊന്നും പോകുന്നില്ല. അയാളെ കണ്ടു എന്ന് പറയുന്നതിന് വലിയൊരു മാത്രമായ കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ അയാൾ പറഞ്ഞു എനിക്ക് യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ 5 വോട്ടാണ് കിട്ടിയതെന്ന് ഏഷ്യാനെറ്റിൽ പറഞ്ഞു. വേറൊരു ചാനൽ പറഞ്ഞു അയാൾ 15 വോട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അയാളൊരു 100 ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും ഏകദേശം ഇതൊരു 1500 വോട്ടായിട്ട് മാറും. കാരണം ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും 10 വോട്ട് വെച്ചിട്ട് കൂട്ടിയിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അപ്പൊ എനിക്ക് വോട്ട് ചെയ്ത 1061 വോട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഒറ്റക്കാണ് മത്സരിച്ചത്, ഗ്രൂപ്പ് ഇല്ലാതെയാണ് മത്സരിച്ചത്. എനിക്ക് വോട്ട് ചെയ്ത ഒരു 1000 1200 കുറച്ച് വോട്ട് തള്ളിപ്പോയതുകൊണ്ട് അപ്പൊ അത്രയും പേര് ഇത് കാണുന്നുണ്ടാവില്ലേ? ഈ റിസൾട്ട് കണ്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഉണ്ടാവില്ലേ? ഇവരെല്ലാവരും ഈ റിസൾട്ട് കണ്ട ആളുകളാണ്. ഞാൻ മത്സരിച്ചതും അവരെല്ലാം അറിഞ്ഞാണ്. ആ ആളുകളുടെ മുമ്പിലാണ് ഇയാൾ ഈ പച്ചക്കള്ളം ഒരു മറയില്ലാതെ പറയുന്നത്. അപ്പോൾ അയാൾക്ക് നുണ പറയാൻ ഒരു മടിയുമില്ല. അയാൾ ഇത്ര കോൺഫിഡൻസോട് കൂടി നുണ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. നുണയാണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയാം, എങ്കിലും അയാൾ അത്ര കോൺഫിഡൻസോടുകൂടി നുണ പറയും. അപ്പൊ അങ്ങനെയുള്ള അയാൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം സംഭവിച്ച രീതിയിലാണ് ഞാൻ തന്നെയാണ് നയിക്കുന്നത്, എനിക്കിതൊക്കെ ഭയങ്കര ഹരമാണ് എന്നൊരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അയാളുടെ വീട്ടിലെ ഒരു കാര്യമല്ല, ഇതൊരു പാർട്ടിയുടെ കാര്യമാണ്, തെരഞ്ഞെടുപ്പാണ്. അതിനെ എങ്ങനെയാണ് പറയേണ്ടതെന്നോ എങ്ങനെയാണ് ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടതെന്നോ അറിയാത്ത പറവൂരിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാൾ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴുള്ള എല്ലാ കുഴപ്പവും അയാൾക്കുണ്ട്. അപ്പൊ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഓരോ ദിവസവും അയാൾ എന്താണ് എന്ന്, അയാളും അയാളുടെ കൂട്ടരും എന്താണ് എന്ന് ഓരോ ദിവസവും അയാൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കുറച്ചുകൂടി പത്രസമ്മേളനങ്ങളും കുറച്ചുകൂടി മാധ്യമ സമ്മേളനമൊക്കെ അയാൾ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ ആരാണ് ഈ വി.ഡി. സതീശൻ എന്നുള്ളത് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട്ടെ ജനങ്ങൾ നന്മയുള്ളതാണ്. പറവൂരിൽ കാണിക്കുന്ന നാടകം പാലക്കാട് ഏശില്ല. അത് വി.ഡി. സതീശൻ ഞാൻ ഭയങ്കര തെരഞ്ഞെടുപ്പ് മാനേജറാണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പൊള്ളയായിരുന്നു എന്ന്. ഇപ്പോൾ തൃക്കാക്കര ഇലക്ഷൻ P.T. തോമസിനെ പോലെയുള്ള ഒരു ബഹുമാന്യ നേതാവിന്റെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ എന്തായാലും UDF ജയിക്കും. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം നടന്നിട്ട് അവിടെ UDF ജയിക്കും. ഈ 2 തെരഞ്ഞെടുപ്പാണ് ഞാൻ ഉപതെരഞ്ഞെടുപ്പിന്റെ ചാമ്പ്യനാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പൊ അതെന്താണ് ആ പറയുന്നതിന്റെ പൊള്ളത്തരം എന്താണ്? അയാൾ മറ്റേ കണാരനില്ലേ, എന്ത് കണാരൻ, ജാലിയൻ കണാരനാണ് എന്ന്
തിരിച്ചറിയുന്ന ഒരു ദിവസമായിരിക്കും ഈ വരുന്ന 23-ാം തീയതിയിലെ റിസൾട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജയിക്കുക എന്നൊരു സാധനം UDF സംഭവിക്കാൻ പോകുന്നില്ല, അത് 100% ഉറപ്പാണ്. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഞാനുമായി ബന്ധപ്പെടുന്ന നിരവധി കോൺഗ്രസ്സുകാർ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് പാർട്ടി തന്നെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. പലരും സ്ഥാനങ്ങളുള്ള ആൾക്കാരാണ്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, കൗൺസിലർമാരുണ്ട്, ഉന്നത സ്ഥാനം വഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പാർട്ടി വിട്ട് പോരാൻ കഴിയുന്നില്ല. പക്ഷെ അവർ ഇത് ഞാൻ പറഞ്ഞത് 100% ഒരു വാക്ക് പോലും അതിൽ നിന്ന് അടർത്തി മാറ്റാത്ത വണ്ണം സത്യമാണ് എന്ന് ബോധ്യമുള്ള കോൺഗ്രസ്സുകാരുണ്ട്. അവർ ഇതൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനം അവർ നടപ്പിലാക്കും. VD സതീശന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമുള്ള ഒരു പ്രതികരണം ഉണ്ടാകും. ഈ പാർട്ടിയിൽ നോമിനി രാഷ്ട്രീയം, ഇപ്പോൾ മുരളീധരൻ എന്താ പറഞ്ഞത്, ഞാൻ വട്ടിയൂർക്കാവിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വേറെ ആളെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അതൊരു മാന്യതയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു 4 പേരാണ് പോയതെന്ന് പിന്നെ ഇയാള് VD സതീശൻ ഇവരും പറയുന്നുണ്ട്. അപ്പോൾ മുരളീധരൻ പറഞ്ഞു 4 പേരല്ല പോകുന്നത്, 4 പേര് പോകുമ്പോൾ 4 കുടുംബമാണ് പോകുന്നത്. അവരുടെ സുഹൃത്തുക്കളുടെ മനസ്സിലാണ് വിഷമം ഉണ്ടാക്കുന്നത്, അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കാണ് വിഷമം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരെ പോകാതെ നോക്കുകയാണ് വേണ്ടതെന്നാണ് മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ ഇവർക്കിതൊന്നും പ്രശ്നമല്ല, പോകുന്നവർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെയായി പറഞ്ഞയച്ച് ഞാനും കെട്ടുകളും പിന്നെ തട്ടാനും എന്ന രീതിയിലേക്ക് ഈ പാർട്ടിയെ മാറ്റാൻ VD സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യം അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരാണ്. അവർ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അത് 20-ാം തീയതി വോട്ട് ചെയ്യും. 23-ാം തീയതി ആ തീരുമാനം എന്താണെന്ന് ഈ നാടറിയും. BJP പരാജയപ്പെടുന്ന അതേ നിമിഷം UDF പരാജയപ്പെടും.